നാടകശാല മാഗസിന്റെ 45ാമത് ലക്കം പ്രകാശനം ചെയ്തു. LK ശ്രീദേവിക്ക് നൽകി KC രാജനാണ് മാഗസിൻ പ്രകാശനം ചെയ്തത്. വെണ്ണുറവന്നു തലോടുമ്പോൾ കടശിലയലിയുകയായിരുന്നു. നാടകശാല മാഗസിന്റെ 45ാമത് ലക്കമാണ് പ്രകാശനം ചെയ്തത്. LK ശ്രീദേവിക്ക് നൽകി KC രാജനാണ് പ്രകാശനം നിർവഹിച്ചത്. ഇവരെക്കുറിച്ചൊന്നും ഇവരെ മനസ്സിലാക്കുവാനും അവരുടെ ജീവചരിത്രത്തെക്കുറിച്ച് അറിയുവാനും ഒന്നും നമ്മുടെ തലമുറ അവർക്ക് അവരുടേതായ ന്യായീകരണമുണ്ട്. ഞാനതിൻ്റെ വിശദമായ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ കുറേ ആളുകൾ ത്യാഗോജ്വലമായി ഈ രംഗത്ത് പ്രവർത്തിച്ചതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നാടകത്തിന് ഭാവിയുണ്ട് ഇല്ലയോ എന്നൊക്കെയുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അതിപ്പോൾ വായന മരിക്കുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷെ വായനയൊന്നും മരിച്ചിട്ടില്ല. വായനയൊക്കെ ഇപ്പോഴും സജീവമായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ നാടകവും, പക്ഷെ നാടകം എന്ന് പറയുമ്പോൾ അത് പുതിയ പുതിയ സങ്കേതങ്ങളിലേക്ക് കടന്നു ചെല്ലണം എന്നുള്ളതാണ് കാലഘട്ടത്തിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ കുറത്തിക്കാട് അധ്യക്ഷത വഹിച്ചു. ഇതോടനുബന്ധിച്ച് D മുരളീധരന്റെ നേതൃത്വത്തിൽ കവിയരങ്ങ് നടത്തി. അപ്സര ശശികുമാർ കവിയരങ്ങ് ഉദ്ഘാടനം ചെയ്തു. വിദൂരമല്ലോർക്കുക നാട്ടുകാരെ, നായ്ക്കള കൊണ്ട് പൊറുതിമുട്ടി നാട്ടിൽ പാർക്കുവാനാവാത്തവസ്ഥയായി. അബ്ബാ മോഹന്റെയും മധു ആദിനാടിന്റെയും നേതൃത്വത്തിൽ നടത്തിയ ചലച്ചിത്രഗാന മത്സരത്തിൽ 1ാം സ്ഥാനം മിത്രാവിന്റെയും 2ാം സ്ഥാനം തീർത്ഥയും നേടി. ഇവർക്ക് ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും അഡ്വക്കേറ്റ് സുരേഷ് കുമാർ കുറത്തിക്കാട് സമ്മാനിച്ചു. ഭക്ഷ്യക്കിറ്റിന്റെ വിതരണം തോപ്പിൽ ലത്തീഫിന്റെയും പോണൽ നന്ദകുമാറിന്റെയും നേതൃത്വത്തിൽ നടത്തി. റോയി കപ്പത്തൂർ, ഷാനവാസ് കമ്പിക്കേജിൽ സീന രവി, ഡോക്ടർ നീമ പത്മാകരൻ, ഷാനവാസ് കമ്പിക്കേജിൽ സിന്ധു സുരേന്ദ്രൻ, രത്നമ്മ ബ്രാഹ്മമുഹൂർത്തം, ജിജി ഹസൻ, രാജ് നീല, KS റിജു, AA ലത്തീഫ് മാമൂട്, കരുനാഗപ്പള്ളി കൃഷ്ണൻകുട്ടി, രത്നമ്മ ബ്രാഹ്മമുഹൂർത്തം തുടങ്ങിയവർ പങ്കെടുത്തു. സ്മാരക ഫിലിം സോങ് തൊട്ടടുത്ത് തന്നെ നല്ല ഗായകർ നമുക്കുണ്ട്. അവരെയൊക്കെ പങ്കെടുപ്പിക്കുക, അവർക്കൊരവസരം കൊടുക്കുക. അവരെല്ലാം പല മേഖലകളിലും പോയി പാടി പതിഞ്ഞവരാണ്. എന്നിരുന്നാൽ തന്നെയും അവർക്ക് നാടകശാലയിൽ എത്തുക അവർക്കൊരു സന്തോഷമാണ്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.